Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ മധുരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മുടെ വീട്ടിൽ തേങ്ങയും പാലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. ഇതിനകത്തോട്ട് ഞാൻ 1/2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. അപ്പോൾ ഈ പാലൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി വന്ന് തുടങ്ങട്ടെ. അതിനുശേഷം ഇതിനകത്തോട്ട് നമുക്ക് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ പാല് നമ്മൾ പിരിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് വിനാഗിരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരി ഉപയോഗിക്കാം. അപ്പം ഞാനിവിടെ ആദ്യം 1 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് നാരങ്ങ നീര് കൊടുക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞോണം കുറേശ്ശെ ചേർത്ത് ഇളക്കി നമുക്ക് ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും. അത് കാണാൻ പറ്റും. അന്ന് ഞാൻ കാണിക്കാം. അപ്പം അത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ കാണാം, നമുക്ക് പാലൊക്കെ നന്നായിട്ട് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പിരിഞ്ഞ് വരാന്ന് പറയും, ആ രീതിക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഹൈയിലോട്ട് വെക്കുക. എന്നിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇതിലത്തെ ആ ഒരു വെള്ളം, ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെള്ളം നന്നായി വറ്റിച്ചെടുക്കണം. അങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് ഇത് ഒരു ലഡ്ഡു പോലെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം എങ്കിൽ ഈ ഒരു നമ്മൾ സാധാരണ കോക്കനട്ട് വെച്ചിട്ടൊക്കെ ലഡ്ഡു ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, പ്രത്യേകിച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ വീട്ടിലുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ അത് അന്നേരം ഒരു പേടയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. പക്ഷെ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ശരിക്കും ഒരു പേട കഴിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. ആ ഒരു ടേസ്റ്റ് ഒക്കെ വരും. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നിങ്ങൾ അടുത്ത് തന്നെ നിന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുന്ന വെള്ളം പെട്ടെന്ന് വറ്റി കിട്ടും. അപ്പം ഇനി ഇതിനകത്തോട്ട് ഞാൻ അടുത്തത് ചേർക്കുന്നത് പാൽപ്പൊടിയാണ്. ഞാനൊരു 1/4 കപ്പ് പാൽപ്പൊടിയും അതുപോലെ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ ഏകദേശം ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഹോം മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നും ചെയ്തിട്ടുണ്ട്. ഒന്ന് പോയി കാണുക. അപ്പം അതിനു വേണ്ടി പാലും പഞ്ചസാരയൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഇനി ഇത് വീണ്ടും ഞാൻ ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ ലോയിലോട്ട് ഫ്ലെയിം മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി വീണ്ടും ഞാൻ ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റുകയാണ്. എന്നിട്ട് നിർത്താതെ ഇളക്കി ഇതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ ഇച്ചിരിയും കൂടെ വറ്റാനുണ്ട്, അതുവരെ ഇളക്കി കൊടുക്കാം. പിന്നെ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഏലക്കയുടെ പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക, ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നിർത്താതെ ഇളക്കി ഇതിലത്തെ ഇതൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല തിക്കാവാനൊക്കെ തുടങ്ങും. ആ ഒരു സമയം വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ അത്യാവശ്യമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഒരു കാര്യം കൂടെ ചേർക്കണം. നമ്മുടെ മെയിൻ ആളാണ് 1/2 കപ്പ് തേങ്ങ ചെരുകിയത്. ഇത് തേങ്ങ ചെരുകിയതെന്ന് പറഞ്ഞത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. അത് വലിയ കാര്യമൊന്നുമില്ല. ഇപ്പം കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്നുണ്ട് നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എന്ന് പറഞ്ഞ്. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ ചെരുകുമ്പോൾ അതിൻ്റെ വെള്ളഭാഗം മാത്രം എടുക്കാൻ നോക്കുക. ആ സ്കിന്നിൻ്റെ ബ്രൗൺ കളർ പെടാതെ നോക്കണം. എങ്കിലാണ് നല്ല വൈറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് അത് നമുക്ക് ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്യുക. അതായത് ഒരു പാനിൽ ഇങ്ങനെ എണ്ണയോ അങ്ങനെ ഒന്നും ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിലത്തെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ്ലി ചൂടാറണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിത് ഒരു ബൗളിനകത്തോട്ട് മാറ്റി ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് കുറച്ചും കൂടി ഇത് ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ നമുക്കിത് ലഡ്ഡു പോലെയൊക്കെ ഷേപ്പ് ആക്കാനൊക്കെ ഇച്ചിരി എളുപ്പമാണ്. അപ്പോൾ ഞാനിത് ഒരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കംപ്ലീറ്റ്ലി ചൂടാറട്ടെ. അതിനുശേഷം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു മിക്സൊക്കെ കംപ്ലീറ്റ്ലി ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതൊന്ന് നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിനകത്തോട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ നമുക്കറിയാം കോക്കനട്ട് ലഡു എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ നല്ല റൗണ്ട് ഷേപ്പിലാണ് വരിക. അപ്പോൾ ഞാൻ അതനുസരിച്ച് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേറൊരു പാത്രത്തിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലൊന്ന് പുരട്ടിയെടുക്കുക. സാധാരണ നമ്മൾ ബ്രെഡ് ക്രംസ് ഒക്കെ പുരട്ടിയെടുക്കുന്നത് പോലെ തന്നെ ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്നിങ്ങനെ പുരട്ടിയെടുക്കുക. എന്നിട്ടൊന്ന് ഷേപ്പ് ആക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല ഈസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടേസ്റ്റാണ്. ഈസിയേക്കാൾ ഉപരി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് ഒക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. സാധാരണ ഒരു കോക്കനട്ട് ലഡു ഉണ്ടാക്കുന്നതിനേക്കാളും ഇരട്ടി രുചിയാണ് ഇതുപോലൊന്നും ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ. അപ്പോൾ ഞാനിവിടെ ബോളൊക്കെ നല്ല ഷേപ്പിലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലും കൺസിസ്റ്റൻസിയിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് ഇതുപോലെ ഷേപ്പൊക്കെ ആക്കി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്.
ഇനി ലാസ്റ്റ് കുറച്ച് ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പിസ്താം കൂടെ ഇതിൻ്റെ മേലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടും വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കോക്കനട്ട് ലഡു എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.